ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വിചാരിച്ച് ലോങ് വീഡിയോ ഇടാമെന്ന്. നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്റ്റലിൽ വൈഫൈ ഉണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ഇല്ല. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇന്ന് ക്ലാസ്സില്ല, ഇന്ന് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫിൽ രാവിലത്തെ കുറേ കഴിഞ്ഞു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ഫ്രഷായി, ഫുഡ് കഴിച്ചു, പിന്നെ പുറത്ത് പോയി കോഫി കുടിച്ചു. എൻ്റെ ഇവിടെ ഒരു കുരു വന്നു ഉണ്ടായിരുന്നോ? ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഇവിടെ എല്ലാവരും കളയാക്കും കേട്ടോ, പക്ഷെ ഞാൻ വീഡിയോ എടുക്കും. പക്ഷേ എൻ്റെ എല്ലാ കോൺസെൻട്രേഷനും കളഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു. ഇനി എന്താ പരിപാടി? ഇപ്പോൾ 9 മണിയായി കേട്ടോ. ഞാൻ 10 മണി വരെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ അലച്ച് പിടിച്ച് നടക്കുക. 10 മണിയാകുമ്പോൾ എനിക്ക് തുണി കഴുകാൻ പോകണം. ഷൂ നനച്ച് വെച്ചിട്ടുണ്ട്, അത് കഴുകണം. മഴ ആയതുകൊണ്ട് എല്ലാത്തിനും ഭയങ്കര മടി. അല്ലെങ്കിൽ എനിക്ക് മടിയാന്നൊക്കെ എപ്പോഴാണ് നിനക്ക് മടിയില്ലാത്തത്? അല്ലേ, എനിക്ക് തുണി കഴുകുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. അപ്പം മഴ ആയതുകൊണ്ട് ഒന്നുകൂടെ മടിയായി. അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ ഞങ്ങൾ നനഞ്ഞ് വാരിയാണ് വന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് വന്നിട്ട് തലനടിച്ച് കുളിച്ചു. പക്ഷേ സമയം നല്ലതായതുകൊണ്ട് ഒന്നും പനിയൊന്നും വന്നില്ല. പിന്നെ ഇന്ന് തുണി കഴുകണം. അപ്പം 1 മണിക്ക് ചിലപ്പോൾ ക്ലാസ് കാണും. ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഡ്യൂട്ടി. ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ 2 മണിക്ക് പോകും. ക്ലാസ് ഉണ്ടെങ്കിൽ 1 മണിക്ക്. 1 മണിക്കല്ല, 12:45. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ നടത്തി കേട്ടോ. ഞാനും ലിസയും കൂടെ എക്സസൈസൊക്കെ ചെയ്യാമെന്നൊക്കെ. 5 മണി ഞങ്ങൾ 5 മണിക്ക് എഴുന്നേക്കെന്ന് പറഞ്ഞേ. എന്നിട്ട് ഇങ്ങനെ കിടന്ന് ഫോൺ നോക്കിയിരുന്നപ്പോൾ താമസിച്ചല്ലോ കിടക്കാൻ. അപ്പോൾ നമുക്ക് 6 മണിക്ക് എണീക്കാം. 5 മണിക്ക് എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ 6 മണി കേട്ടോ, 6 മണി. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ 7 മണിക്കെങ്കിലും എഴുന്നേക്കും. അപ്പോൾ ഞാൻ 7 മണിക്ക് എഴുന്നേക്കും. ഞാൻ പറഞ്ഞു 5ആയി, 6ആയി, 7ആയി, ഇനി കുറച്ച് വെട്ടാവും. പറഞ്ഞു ഇല്ലടി 6 മണി എഴുന്നേക്കുന്നത്. ഞാൻ കണ്ണു തുറന്ന് 7:30 നോക്കിയപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ പൂത്തോലടന്ന് ഉറങ്ങുന്നത്. ഒക്കെ ഞാൻ ബാക്കി ഇടും കേട്ടോ, ഞാനിടും. എൻ്റെ കണ്ണ് കണ്ടു, ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ തോണ്ടി നിൽക്കും. അപ്പോൾ 10 മണിക്ക് തുണി കഴുകാൻ പോകുമ്പോൾ കാണാം. അതിനിടയിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ, ഞാനല്ല ലിസ ഇവിടെ എല്ലാം ഒതുക്കിയായിരുന്നു. കണ്ടു ടെക്സ്റ്റൈൽസിൽ അടുക്കി വെച്ചിരിക്കുന്നില്ല ഞങ്ങളുടെ തുണി കണ്ടു. ഇവിടെ കണ്ടു നോക്ക്. പക്ഷെ എൻ്റെ ഫോട്ടല്ല, എൻ്റെ തുണി കൂടെ ലിസ മടക്കി വെച്ചതേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ അയ്യോ ഇവിടെ അല്ലല്ലോ, ഞങ്ങളുടെ ആ ഷെൽഫ് എല്ലാം ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തുണി എഴുതാൻ തിരക്കണം. അപ്പം ഗൈസ്, ഞാൻ പണി ഇളക്കാനുള്ള മൂഡിലാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇത് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഷൂ എല്ലാം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഡ്രസ്സ് മുക്കി വെച്ചു. അപ്പോൾ ഇതെല്ലാം ഞാൻ വാഷ് ചെയ്യാൻ പോലെ സമയം 10 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചടപടെ പണി തീർക്കണം. എന്നിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡായി സെറ്റായിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടോയെന്നറിയില്ല. മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല. ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കണം ക്ലാസ് ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകും. അപ്പം നമുക്ക് എന്തായാലും തുണി വാഷ് ചെയ്യാം. അത് ഇത്രയും തുണിയുണ്ട് കേട്ടോ ഗൈസ്. മഴ ആയതുകൊണ്ട് ഞാൻ മടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഷൂ മുക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പൊളിഞ്ഞു. എനിക്ക് വേറെ ചെരുപ്പ് വാങ്ങിക്കണം. ഇന്ന് നമ്മൾ വൈറ്റ് ഷൂ ആണ് ഇടുന്നത്, വൈറ്റ് ഷൂ. അപ്പോൾ നമുക്ക് കഴുകാം. ഓക്കെ, ഞാൻ പാട്ടിട്ട് വെച്ചിട്ടാട്ടോ കഴുകുന്നത്. എനിക്ക് പാട്ടിട്ട് വെച്ച് കഴുകാം. അപ്പം ഞാൻ കഴുകണത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ സെറ്റ് ചെയ്യാൻ പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കഴുകുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, പിന്നെ ഞാനങ്ങനെ വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടൈം ലാപ്സിൽ ഇട്ടിട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇത്രയും സ്പീഡിലൊക്കെ പണിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന്. കാരണം ഞാനത് കുറേ നേരം എടുത്ത് വാഷ് ചെയ്താവുന്നതൊക്കെ ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ എന്തോ ഒരു രസം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൈം ലാപ്സിൽ പണിയെടുക്കണ വീഡിയോ എടുക്കാൻ. കാരണം നമ്മൾ കുറേ ടൈമായിട്ട് എടുത്ത സാധനങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് ഓടിപ്പോണ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്തെനിക്കറിയില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അതേ വേഗതയിൽ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പിന്നെ ആ ഷൂ മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോൾ അടിയിൽ എൻ്റെ പ്ലാറ്റ്ഫോം ആ ഒരു പോർഷനൊക്കെ കാണുമ്പോൾ മനസ്സിലാകും അത്യാവശ്യം നല്ല പോയി ആ ഷൂ. എനിക്കിനി വേറൊരു ഷൂ വാങ്ങിക്കണം. അപ്പോൾ ഞാനെന്തായാലും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് ഷൂ ഇടാൻ പറ്റില്ല. നമ്മൾ യൂണിഫോമിലൂടെ വൈറ്റ് ഷൂ ആണ് വെയർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് വൈറ്റ് ഷൂ, അവിടെ വേറെ സ്റ്റാഫ്സിന് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വൈറ്റ് ഷൂ തന്നെയാണ്. പക്ഷെ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരിത് തന്നേക്കുന്നത് വൈറ്റ് ഷൂ ഇടണം എന്നാണ്. പക്ഷേ വൈറ്റ് ഷൂ ഇട്ടില്ലെങ്കിലും ഷൂ ഇടണം.
എന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റ് ഷൂ ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിലെ ഒന്നാമതേ വൈറ്റ് ഷൂ ഷോക്സൊക്കെ ഇട്ടിട്ട് ഷൂ ഇടുക വെച്ചാൽ ഭയങ്കര മെനക്കെടുള്ള പണിയാണ്. കുറേ നേരം നിൽക്കുക വേണം. അപ്പം നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ 6 hours നിന്നാൽ മതി, എന്നാൽ കൂടിയും കിട്ടുന്നൊരവസരമല്ല. അപ്പം ഞാൻ ആ ഷൂ ഇടാണ്ട് ഈ ഷൂ ഇടാന്ന് കരുതിയിട്ടാട്ടോ പെട്ടെന്ന് അതെടുത്തിട്ട് കൊണ്ടുപോയി വാഷൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ മെല്ലതെ ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ആ മഴയത്ത് പഠിച്ചിട്ട് ഇപ്പം ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോഴത്തുള്ള വീഡിയോ അല്ല കേട്ടോ. ഇപ്പം എനിക്ക് പനിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇതിന് മുമ്പൊരു മഴ വന്നായിരുന്നു, ആ മഴയുടെ ടൈമിലുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അങ്ങനെ മഴയൊക്കെ പിടിച്ച് മടിച്ചിരുന്നതുകൊണ്ട് തന്നെ അത് ഫുള്ള് ഞാൻ വാഷ് ചെയ്തിട്ട് ഇപ്പം ഞാൻ പനിയൊക്കെ പിടിച്ചിട്ടൊരു 3-4 ദിവസത്തെ ലീവിലൊക്കെ ഇരിക്കാം കേട്ടോ. പിന്നെ നാളെ തൊട്ട് എനിക്ക് പോയി തുടങ്ങണം എന്നുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ചുമയും മൂക്കിൻ്റെ സിസ്റ്റം ബുദ്ധിമുട്ടുകളും മൂക്കൊലിപ്പൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോപ്പ് ഇട്ട് കഴിഞ്ഞു. ഇതെല്ലാം വെള്ളത്തിലാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഷൂ ഒക്കെ വാഷ് ചെയ്തു, തുണി അലക്കി കഴിഞ്ഞു കേട്ടോ. പശ മുക്കാൻ എടുത്തപ്പോഴേക്കും വാട്ടർ ചെയ്തു, വെള്ളം വരുന്നില്ല. നമ്മൾ താഴെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. 2 minutes എന്നാണ് പറഞ്ഞത്. ഇനിയപ്പോൾ വെള്ളം വരുമെന്ന് പഠിച്ചവനറിയാം. കുളിച്ചിട്ടില്ല. കുളിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണമെന്നുണ്ട് രാത്രി തല നനച്ചിട്ടേക്കും കൂടെ. എന്താ ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണെന്ന് അറിയില്ല, എൻ്റെ തല കണ്ടില്ല നിറച്ച് താരന കേട്ടോ. തൊടാൻ വയ്യ, അപ്പം താരൻ ഇളക്കണം. അപ്പോൾ നമുക്ക് താരനൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് സെറ്റാക്കിയാൽ എന്തെങ്കിലും ചേർന്നിട്ട് നമുക്ക് അവർ വെള്ളം വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ബാക്കി അത് പശയെ മുക്കിയൊന്നും വിരിക്കണം. ഇങ്ങനെ എൻ്റെ വലിയൊരു പണി കഴിയും. പിന്നെ എനിക്ക് മേലും കഴുകിക്കൊണ്ട് റെഡി ആയാൽ മതി. ഒരുത്തി കുളിക്കാൻ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവിടെ വെള്ളമില്ല. അയ്യോ ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ എൻ്റെ തുണികളെല്ലാം നല്ല വിശാലമായിട്ട് വിരിച്ചിട്ടു. അപ്പോൾ ഇനി പോകണം, കുളിക്കണം. ബക്കറ്റ് വെച്ചിട്ടാട്ടോ വന്ന് ബാത്റൂമിലെല്ലാം കയറുന്നതിന് മുമ്പ് പോയി കുളിക്കട്ടെ. ഡ്രസ്സ് എടുത്ത് പോയി കുളിക്കട്ടെ കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഞാനങ്ങനെ മേല് കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം നേഴ്സിംഗ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഗുണത്തിലൊന്നും ഒരുങ്ങാൻ പറ്റത്തില്ല. അത് പൊട്ടുന്നവരെ എനിക്കിങ്ങനെ കുരുകുരു പരിക്കട്ടെ. അത് അവിടുന്ന് പോകുന്നവരെ എനിക്കിങ്ങനെ കുരുകുരു പരിക്കും. ബൾബ് കത്തി നിൽക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരുങ്ങാം. നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഡ്രസ്സ് പിന്നെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് മെനക്കണം. ഒരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും മാറ്റിയാൽ മതി. അപ്പം നമുക്ക് മാറ്റിയിട്ട് മുഖത്തിട്ടിട്ട് വരാം. അത് കാണത്തില്ല, കൊള്ളത്തില്ല. ഞാൻ ഇടും. അപ്പോൾ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുങ്ങി. ഡ്യൂട്ടിക്ക് മുമ്പ് ക്ലാസ് ഉണ്ട്. ഇപ്പം വിളിച്ച് പറഞ്ഞോട്ടോ ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട് ഞാൻ പോവുകയാണ്. ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് ഞാൻ പോത്തുള്ളൂ. ഫുഡ് എടുത്ത് കാണിക്കുമല്ലേ, ഈ മീറ്റിൽ വരുമ്പോൾ കണ്ടാൽ മതി കേട്ടോ. ഇവിടെ എല്ലാവർക്കും വിളിക്കാൻ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു ലൈനുണ്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാപ്പിത്തരൊക്കെ ഞാൻ കാണിക്കും. ഞാൻ വീട്ടിലടക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, എല്ലാവർക്കും ലൈനുള്ളുണ്ടല്ലോ, ലൈനെ വിളിച്ചിരുന്ന് വർത്താനം പറയുന്നൊക്കെ പറയും. ഞാൻ ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയും ഗൈസ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ക്ലാസ്സിന് പോകണം. ഇനി എന്നെ രാത്രി 8 മണിക്ക് നോക്കിയാൽ മതി. ഫോൺ സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് അകത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. സ്നേഹമുള്ള ഫ്രണ്ടാണ് ഞാൻ വീഡിയോക്കകത്ത് പറയാം. ഞാനിത് ഓൺ വോയിസ് ആണ് ഇടുന്നേ കേട്ടോ. ഞാൻ ഓൺ വോയിസ് ഇടുന്നേ. ബട്ട് ഗൈസ്, ഞാൻ പോയത് വരെ എടുത്തിട്ടുള്ളൂ. ഫുഡ് കഴിക്കുന്നത് എടുത്തിട്ടില്ല. ഞാൻ മറന്നുപോയി. ഫുഡ് കണ്ടപ്പോൾ പിന്നെ അതിന് മണ്ടയ്ക്ക് കമ്പനി വേണ്ടി കഴിച്ചിട്ട് പെട്ടെന്ന് ക്ലാസ്സിന് പോയി. ക്ലാസ്സിന് കയറി ഡ്യൂട്ടിക്ക് കയറി 8 മണിയപ്പോൾ തിരിച്ച് വന്നു. പിന്നെ ആകെ കുഴഞ്ഞടിച്ച് വന്നുകൊണ്ട് തന്നെ വന്ന് കുളിച്ച് മറിക്കിടന്നു ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.